നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ നിന്നെ അവഗണിക്കുന്നതിനെ ഞാൻ എന്തു മറുപടിയാ പറയാ? അച്ഛാ, നന്ദിനിയുടെ കാര്യത്തിൽ നീ പോസിറ്റീവ് ആകുന്നതിൽ അച്ഛന് വലിയ സന്തോഷമേ ഉള്ളൂ മോനെ. നീ ഇപ്പോൾ അവളെ നിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നീ അറിയേണ്ടത് അവളുടെ മനസ്സിൽ നിനക്കിടമുണ്ടോ എന്നാണ്. നിന്നെ ഇനിയും പരിഗണിക്കണോ അവഗണിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നന്ദിനിക്ക് മാത്രമാണ്. മറ്റാർക്കും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. സാവിത്രി, രസകരമായ ചില സംഭവ പരമ്പരകൾ ഇവിടെ അരങ്ങേറുക. അതൊന്ന് പറയാനാ ഞാനിപ്പോ ഇന്ദ്രജയെ വിളിച്ചത്. രസകരമായ കാര്യങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും ഞാനിവിടെ കാതോർത്തിരിക്കല്ലേ. സാവിത്രി എന്താന്ന് വെച്ചാ വേഗം ഇങ്ങ് പറ. പരോളില് വന്ന് ഇവിടെ പമ്മി കഴിയുന്ന ഏകാന്ത കാമുകന്റെ ചില കാര്യങ്ങൾ പറയാനാ ഉള്ളത്. അയാൾ ഇപ്പൊ വല്ലാത്ത പൊസസീവില്. പോസസീവ് ആണെന്നോ? ആരുടെ കാര്യത്തിൽ? അത് പിന്നെ പറയാനുണ്ടോ? നമ്മുടെ കഥാനായികയുടെ കാര്യത്തിൽ തന്നെ. കഥാനായികയ്ക്ക് പുതിയൊരു കഥാനായകൻ കൂടി വന്നിട്ടുണ്ട്. അതാരാ? കുട്ടിക്കാലത്തെ ഒരു കളിത്തോടനാണത്രേ. പണ്ട് മണ്ണപ്പൻ ചുട്ടും ശീമക്കൊന്നയുടെ ഇല പറിച്ചും കറി വെച്ച് കളിച്ചും നടന്നവര്. കൊറേ കാലത്തിന് ശേഷം ഇപ്പോഴാണത്രേ കണ്ടുമുട്ടുന്നത്. സംഗതി കൊള്ളാലോ. ഒരു പൈങ്കിളി കഥ പോലെ വളരെ റൊമാൻറ്റിക് ആണല്ലോ. അവനിപ്പോ വലിയ കോടീശ്വരനായ ബിസിനസ്സുകാരനാ. അവന്റെ ബിസിനസ്സിൽ മ്യൂറൽ പെയിന്റിംഗും കൂടി ഉൾപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാ ഇവരുടെ പദ്ധതി. അല്ല, അവന്റെ ബിസിനസ് എന്താ? അവന് വലിയൊരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുണ്ട്. അതിൽ ഇവിടുത്തെ മ്യൂറൽ പെയിന്റിംഗും കൂടി കൂട്ടിച്ചേർത്ത് സംഗതി ഒന്ന് പരിഷ്കരിക്കും. അത് കൊള്ളാം. പഴയ കളിത്തോടൻ രംഗപ്രവേശം ചെയ്തതോടെ ജയരാമ കാമുകൻ മൊത്തത്തിൽ ഔട്ടാകുന്ന ലക്ഷണമാ കാണുന്നത്. ഔട്ടാവണം സാവിത്രി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ സംഭവിക്കണം. നിഷ്കളങ്കയും ശുദ്ധപാവവുമായ എന്റെ മാധുരിയെ നീചമായി കൊന്നുകളഞ്ഞ ദുഷ്ടനാവൻ. മാധുരി നിഷ്കളങ്കയും പാവൊന്നുമല്ല. അവനൊരു മാരക വിഷമായിരുന്നു. അവക്ക് അർഹിച്ച ശിക്ഷ കിട്ടുകയും ചെയ്തു. അക്കാര്യം പറഞ്ഞ് ഞാൻ ഇവളുമായിട്ടൊരു വഴക്കിനില്ല. ഇവളെ കൂടെ നിർത്തേണ്ടത് എന്റെ ആവശ്യം. ഹലോ ഹലോ, അവൻ അനുഭവിക്കണം. അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഈ നന്ദിനിയാ. പ്രേരണാ കുറ്റം. അതുകൊണ്ട് ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത് അവളാ. അതെ, അവള് ജയരാമ കാമുകനെ പുറംകാലിന് തൊഴിച്ചുകൊണ്ട് ഇന്റീരിയർ ഡിസൈനറുടെ കൂടെ പുറകെ പോയിരിക്കുക. സത്യം. ഏതോ മെറ്റീരിയൽസ് വാങ്ങാനാ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ തീർക്കാൻ നല്ലൊരു അവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവള് എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വല്ല ഇരുമ്പ് കടയിലോ പെയിന്റ് കടയിലോ കാണും. എങ്കിൽ
എന്റെ നായാട്ടുകാരെ 4-5 പേരെ ഞാൻ അങ്ങോട്ട് വിടാം. സാവിത്രി ഒന്ന് ഫോൺ വെച്ചേ. നമുക്കിങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റൂ. ആ കൃത്യം അവള് ചെയ്യട്ടെ. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാ. ഏത് നഷ്ടതകളിൽ കൂടി കടന്നു പോയവരാണെങ്കിലും ഒടുവില് ഇവിടെ വന്നെത്തിയില്ലേ? അതെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആരൊക്കെയോ അയച്ചു. അങ്ങനെ നമ്മള് സന്തോഷത്തോടെ ജീവിച്ചു. അതെ, ശരിയാ. എത്ര പേരോട് കടപ്പെട്ടതാ നമ്മുടെ ഈ ജീവിതം. അല്പം തത്വചിന്ത കലർത്തി പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും അങ്ങനെ തന്നെയാ. ഒരമ്മ നമ്മളെ പ്രസവിക്കുന്നു, ഒരച്ഛൻ നമ്മളെ വളർത്തുന്നു, ആരൊക്കെയോ നമ്മളെ പഠിപ്പിക്കുന്നു, ആരൊക്കെയോ നമുക്ക് ജോലി തരുന്നു, ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്നു. ഒടുവിൽ മരിക്കുമ്പോൾ ആരൊക്കെയോ കൂടി നമ്മുടെ മൃതദേഹം മറവ് ചെയ്യുന്നു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കില്ല. നന്ദിനി, 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. നന്ദിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം വാങ്ങാനാ ഞാൻ ഈ കടയിൽ കയറിയത്. എന്താ ഗിരി? ദേ നോക്ക്, നോക്ക്. തേൻമിഠായി. അതെ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നില്ലേ തേൻമുട്ടായികൾ? ഇതൊക്കെ എങ്ങനെയാ കൃത്യമായി ഗിരി ഓർത്തു വെച്ചിരിക്കുന്നത്? ഞാനങ്ങനെ പഴയതെല്ലാം ഓർത്തിരിക്കാറില്ല നന്ദിനി. എന്നാ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത ചില പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖമുണ്ട് മനസ്സിൽ. കാലം എത്ര കഴിഞ്ഞാലും അവരെ മനസ്സിൽ നിന്ന് മാച്ചു കളയാൻ ഒക്കില്ല. കഴിക്ക്. എങ്ങനെയുണ്ട്? പാവാടയും നീല ജാക്കറ്റോട്ട് ഒരു മെലിഞ്ഞ പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നന്ദിനിയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായി അറിയണമെന്നുണ്ട്. പ്ലീസ് ഗിരി, അത്തരം ചോദ്യങ്ങളൊന്നും തൽക്കാലം എന്നോട് ചോദിക്കണ്ട. സോറി, വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.